മാടായി മഹോത്സവത്തിനായി ഒരുക്കിയ പാർക്കിങ്ങിനെതിരെ പ്രതിഷേധവുമായി മാടായിപ്പാറ സംരക്ഷണ സമിതി. മാടായിപ്പാറയുടെ ഭാഗമായ തർക്കഭൂമിയിലെ മതിൽ പൊളിച്ച് പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കിയെന്നാണ് പരാതി. പഞ്ചായത്ത് അധികൃതരും സംരക്ഷണ സമിതി അംഗങ്ങളും വാക്കേറ്റവുമുണ്ടായി. മാടായിപ്പാറ സംരക്ഷണ സമിതിയാണ് മാടായി മഹോത്സവത്തിന്റെ പാർക്കിങ്ങിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. മാടായിപ്പാറയുടെ ഭാഗമായുള്ള തർക്കഭൂമിയിലെ മതിൽ പൊളിച്ച് പാർക്കിങ്ങിന് സൗകര്യമൊരുക്കിയെന്നാണ് പരാതി. മാടായിപ്പാറ സംരക്ഷണ സമിതി അംഗങ്ങൾ പൊളിച്ച മതിൽ പുനഃസ്ഥാപിക്കാൻ ആരംഭിച്ചതോടെ അത് തർക്കത്തിൽ കലാശിച്ചു. പഞ്ചായത്ത് അധികൃതരും മാടായിപ്പാറ സംരക്ഷണ സമിതി അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാടായിപ്പാറയിലെ ജൈവവൈവിധ്യം തകർക്കുന്ന രീതിയിലുള്ള വാഹന പാർക്കിംഗ് ഒരിക്കലും അനുവദനീയമല്ലെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി അംഗങ്ങൾ പറഞ്ഞു. ഈ മതില് ദേവസ്വം കിട്ടിയ മതിലാണ്. സ്ഥലം മാത്രമാണെങ്കിൽ തന്നെ ഇനി വാദത്തിന് വേണ്ടി സ്ഥലം അവരുടെതാണെങ്കിൽ തന്നെ മതിൽ പൊളിക്കാൻ മതിലിന് അവർക്ക് അവകാശമില്ല. അത് ദേവസ്വം കെട്ടിയ മതിലാണ്. അത് പൊളിച്ചിട്ടിപ്പോൾ പഞ്ചായത്ത് പഴയ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ട് പൈസ വാങ്ങുന്നു. പഞ്ചായത്ത് എന്താ അവകാശമാണ് പഞ്ചായത്തിനുള്ളത്? പഞ്ചായത്തിൻ്റെ ഒന്നും പഞ്ചായത്തിൻ്റെ സ്ഥലമല്ല, രണ്ട് പഞ്ചായത്തിൻ്റെ മതിലല്ല. ഇത് രണ്ടും ത്തിൻ്റെയും ഉടമസ്ഥാവകാശം മറ്റൊരാൾക്കാകുമ്പോൾ പഞ്ചായത്തിന് മതിൽ പൊളിക്കാൻ എന്താ അവകാശം? കൃത്യമായ ഗതാഗത നിയന്ത്രണം മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത്. മതിൽ പൂർവ്വ സ്ഥിതിയിലാക്കുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയതാണെന്നും മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പറഞ്ഞു. നമ്മുടെ മാടായി ഫെസ്റ്റിലേക്കുള്ള ഗതാഗത നിയന്ത്രണമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ട് പാളയം ഗ്രൗണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടായ ആ ഗ്രൗണ്ട് പാർക്കിങ്ങിന് വേണ്ടി സൗകര്യം ചെയ്യാൻ വേണ്ടി അതൊരു ചെറിയ ദേവസ്വം ബോർഡും അതുപോലെ പള്ളി കമ്മിറ്റി തർക്കത്തിലുള്ള സ്ഥലമാണെന്നാണ് പിന്നീട് മനസ്സിലായത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയത് അത് പള്ളിയുടെ ആണെന്ന് അവരോട് മാത്രമേ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടുള്ളൂ. ആ പെർമിഷന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിന്റെ മതിൽ നീക്കിയിട്ടുള്ളത്. പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ ഫെസ്റ്റിന് ശേഷം മതിൽ പുനഃസ്ഥാപിക്കാനും ഫീസില്ലാതെ പാർക്കിങ്ങിന് അനുമതി നൽകാനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.